നമസ്കാരം, എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹൽവയാണ്. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു ഹൽവയല്ല. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കത്തി വെച്ച് മുറിച്ച് ഒക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഹൽവയാണ്. എന്നാൽ ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഒരു പുഡിങ്ങൊക്കെ പോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണ്. അതും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് വെള്ളരിക്ക വെച്ചിട്ടാണ്. അപ്പോൾ ഹോം മെയ്ഡ് വെള്ളരിക്ക ഹൽവയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയാനുള്ളതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളരിക്ക ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല പാകത്തിനുള്ള നന്നായിട്ട് മൂത്ത വെള്ളരിക്ക നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള വെള്ളരിക്കയാണ്. ഒരുപാട് വെള്ളരിക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് നന്നായിട്ട് പഴുത്ത വെള്ളരിക്ക നോക്കിയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കാരണം അത് കൂടുതൽ പഴുത്ത വെള്ളരിക്ക വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് പാകത്തിന് നോക്കിയിട്ട് ഒരു വെള്ളരിക്ക പൊട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വെള്ളരിക്ക നല്ല പാകത്തിന് പഴുത്ത വെള്ളരിക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ, 1 കിലോ അല്ലെങ്കിൽ 3/4 കിലോളം വരുന്ന വെള്ളരിക്കയാണ്. അത് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ വന്ന വെള്ളമാണ് ഇതിൽ. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത വെള്ളരിക്ക നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. മുറിച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിലുള്ള ആ വെള്ളം തന്നെ മതി. എന്നിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുത്തിയിട്ട് ആ പ്രഷർ പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് ഞാൻ ഒരു 2 നുള്ള് സാഫ്രോൺ കുറച്ച് ഇളം ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചതച്ച് മിക്സ് ചെയ്തെടുക്കാം. കണ്ടു, ഇത് നമ്മൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന സാഫ്രോൺ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഹൽവ തയ്യാറാക്കാനായിട്ട് പഞ്ചസാരയാണ് ആവശ്യം. ഞാനിവിടെ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന വെള്ളരിക്ക ഒരു വെള്ളരിക്ക എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 250 ഗ്രാമിൻ്റെ പഞ്ചസാര മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിരിക്കുന്ന വെള്ളരിക്ക ഇപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് വെള്ളം അടക്കമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ഗ്രാം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. 250 ഗ്രാം എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന സാഫ്രോൺ ആണ്, അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നെയ്യാണ്. പാലിൻ്റെ പാടയൊക്കെ ശേഖരിച്ച് വെച്ച് അത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് നമ്മൾ നെയ്യും അതുപോലെ തന്നെ വെണ്ണയും തയ്യാറാക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഗ്യാസ് ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ നന്നായി ഊറി വരും. എന്നിട്ട് അത് വറ്റുന്നവർക്ക് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഹൽവ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഒരു നുള്ള് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. കണ്ടോ, ഒട്ടി പിടിക്കുന്നില്ല, നന്നായിട്ട് വിട്ടു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ വേറൊരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഉരുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് പൊടിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വലുതാക്കി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് ഇതിൽ
ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ പിസ്ത ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹൽവയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ഹൽവ പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. സെറ്റായി കഴിഞ്ഞാൽ നമുക്കിതിനെ വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഒരു ഇളം ചൂടോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ഇത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതിനെ കണ്ടു, ഇപ്പോൾ ഏകദേശം ഇത് ചൂടാറിയിട്ടുണ്ട്, നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. കണ്ടു, ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് വെള്ളരിക്ക ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നമുക്ക് പുഡിങ്ങൊക്കെ പോലെ സ്പൂൺ വെച്ചിട്ട് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.